നമ്മുടെ വീട്ടിലെ പറമ്പിൽ 2 മാവുണ്ടെന്ന് കരുതുക. അതിലൊന്ന് ധാരാളം ഫലങ്ങൾ നൽകിയ ഒരു മാവാണ്. വർഷങ്ങൾ അതിൽ ഫലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് ഫലമില്ലാത്ത വിധത്തിൽ അതിന് പ്രായമായിരിക്കുകയാണ്. മറ്റൊന്ന് ഇപ്പോൾ ധാരാളം ഫലം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്? വർഷങ്ങൾ ഫലം തന്ന, ഇപ്പോൾ ഫലമില്ലാത്ത ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒത്തിരി നമ്മൾ ഇരുന്നിട്ടുണ്ട്, കാറ്റുകൊണ്ടിട്ടുണ്ട്, തണൽ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഫലമില്ലാത്തത് കൊണ്ട് ആ വൃക്ഷം നമ്മൾ ശ്രദ്ധിക്കാറില്ല. എങ്ങനെയെങ്കിലും അത് ഈ പറമ്പിൽ നിന്ന് നീക്കം ചെയ്യണം, വെട്ടിമാറ്റണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഫലമുള്ള വൃക്ഷമോ, അതിൽ നമ്മൾ ആസ്വദിക്കും, അതിനെക്കുറിച്ച് നമ്മൾ പറയും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീന സമയങ്ങളിൽ നമ്മുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല. പക്ഷേ ആ ഫലമുണ്ടായിരുന്ന, ഒരു കാലത്ത് ഫലമുണ്ടായിരുന്ന ആ മാവ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും രുചി പകർന്നിട്ടുണ്ട്, തണൽ പകർന്നിട്ടുണ്ട്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തണൽ പകർന്നിട്ടുള്ള, ബലം പകർന്നിട്ടുള്ള, ആശ്വാസം പകർന്നിട്ടുള്ളവരെ നമ്മൾ മറക്കരുത്. ആ വൃക്ഷത്തിൻ്റെ ബലഹീന സാഹചര്യത്തിൽ ഇപ്പോൾ ഫലമുള്ളതിലേക്ക് മാറി സന്തോഷിക്കരുത്. ഒരു കാലത്ത് നമ്മെ കരുതിയ വൃക്ഷത്തെയും നമ്മൾ ഓർക്കണം.